ഇന്ന് രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് പാചകവാതക ക്ഷാമം ഉണ്ടാകുമോ, ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകാതെ പോകുമോ, ഹോട്ടലുകൾ അടയ്ക്കേണ്ട സാഹചര്യം വരുമോ. ഇത്തരത്തിലുള്ള നിരവധി ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ, പെട്രോളിയം മന്ത്രാലയം, എണ്ണ കമ്പനികൾ എന്നിവ നൽകുന്ന വിവരങ്ങൾ പ്രകാരം രാജ്യത്ത് പാചകവാതക വിതരണം സുരക്ഷിതമാണെന്നും ജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് പാചകവാതക ക്ഷാമത്തിന്റെ പിന്നാലെ യഥാർത്ഥ കാരണമെന്ത്, ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഇന്ത്യയെ ബാധിച്ചു, ഹോട്ടലുകളും ചെറിയ ഭക്ഷണശാലകളും എന്തുകൊണ്ടാണ് അടഞ്ഞു കിടക്കുന്നത്, ഇപ്പോൾ സ്ഥിതി എങ്ങനെ സാധാരണ നിലയിലേക്ക് മടങ്ങി, സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിശദ വിവരങ്ങളാണ് വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ പല നഗരങ്ങളിൽ ഒരു വാർത്ത വ്യാപകമായി പ്രചരിച്ചു. പാചകവാതക ക്ഷാമം ഉണ്ടാകുന്നുവെന്നായിരുന്നു ആ വാർത്ത. ചില സ്ഥലങ്ങളിൽ ഗ്യാസ് ബുക്കിംഗ് വൈകുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നതോടെ ആളുകൾ ഭയപ്പെട്ടു. ഇതിന്റെ ഫലമായി പലരും ആവശ്യമില്ലാതെ പോലും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് തന്നെയാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയത്. എണ്ണ കമ്പനികൾ പറയുന്നതനുസരിച്ച് യഥാർത്ഥത്തിൽ വലിയ ക്ഷാമം ഉണ്ടായിരുന്നില്ല. എന്നാൽ അനാവശ്യ ബുക്കിംഗ് വർദ്ധിച്ചതാണ് വിതരണത്തെ ബാധിച്ചത്. ഇതിനെ തുടർന്ന് എണ്ണ കമ്പനികൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു, ആവശ്യമായാൽ മാത്രം ഗ്യാസ് ബുക്ക് ചെയ്യുക, കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത്തരം അനാവശ്യ ബുക്കിങ്ങുകൾ കാരണം യഥാർത്ഥത്തിൽ ഗ്യാസ് ആവശ്യമായ ആളുകൾക്ക് അത് ലഭ്യമാകുന്നത് വൈകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഹോട്ടലുകളും ചെറിയ ഭക്ഷണശാലകളുമായിരുന്നു. കാരണം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളല്ല, വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ സിലിണ്ടറുകളാണ് ആദ്യം ബാധിക്കപ്പെട്ടത്. ഇതിന്റെ ഫലമായി ചില നഗരങ്ങളിൽ ഹോട്ടലുകൾ പ്രവർത്തനം കുറച്ചു. ചില ചെറിയ ഭക്ഷണശാലകൾ താൽക്കാലികമായി അടച്ചു. ഭക്ഷണ വിതരണ സേവനങ്ങളും ബാധിച്ചു. ഡൽഹി, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ ഈ പ്രശ്നം വ്യക്തമായി പ്രകടമായി. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൊമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതോടെ ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ തുടങ്ങി. ചെറിയ ഭക്ഷണശാലകൾ പ്രവർത്തനം ആരംഭിച്ചു. ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഈ പ്രശ്നത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക ഗതാഗത പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ കടലിടുക്കിലൂടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വലിയ തോതിലുള്ള എണ്ണയും LPGയും ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ രാജ്യത്തെ LPG ആവശ്യകതയുടെ ഏകദേശം 60% ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നത്. ഇതിൽ വലിയൊരു പങ്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇവയിൽ പല കപ്പലുകളും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അടുത്തിടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ മൂലം ഈ കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതത്തിൽ തടസ്സങ്ങളുണ്ടായി. ചില കപ്പലുകൾ വൈകി എത്താൻ തുടങ്ങി, ചിലത് കടന്നു പോകാൻ അനുമതി കാത്തുനിന്നു. ഇതാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തെ ആദ്യം ബാധിച്ചത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാർ നിരവധി അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ആഭ്യന്തര LPG ഉൽപാദനം ഏകദേശം 30% വരെ വർദ്ധിപ്പിച്ചു. ഇതോടെ ഇറക്കുമതിയിലുണ്ടായ ചെറിയ വൈകല്യം നികത്താൻ സാധിച്ചു. അതുപോലെ തന്നെ സർക്കാർ മറ്റൊരു പ്രധാന നടപടി കൂടെ സ്വീകരിച്ചു. ഗ്യാസ് ബുക്കിംഗ് ഇടവേള വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഗ്രാമങ്ങളിൽ 40 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നഗരങ്ങളിൽ 25 ദിവസത്തിന് ശേഷം മാത്രമേ ബുക്കിംഗ് അനുവദിക്കൂ. ഇതിന്റെ പ്രധാന ലക്ഷ്യം അനാവശ്യ ബുക്കിംഗ് ഒഴിവാക്കുക, വിതരണം ശരിയായി നിയന്ത്രിക്കുക എന്നിവയാണ്. സർക്കാർ മറ്റൊരു പ്രധാന തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ലഭിക്കുന്ന വീടുകൾക്ക് ഇനി സബ്സിഡിയുള്ള LPG സിലിണ്ടർ നൽകില്ല. കാരണം അവർക്ക് ഇതിനകം തന്നെ ഗ്യാസ് ലഭ്യമാകുന്നു. അതിനാൽ സിലിണ്ടറുകളുടെ ആവശ്യം കുറയ്ക്കാൻ ഇതിലൂടെ സഹായിക്കും. ഇതുവഴി സിലിണ്ടറുകൾ കൂടുതൽ ആവശ്യമായി വീടുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം സർക്കാർ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കള്ളവ്യാപാരവും സിലിണ്ടർ പൂഴ്ത്തിവയ്പും തടയുക. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പരിശോധനകൾ ആരംഭിച്ചു. ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന നിരവധി ഗ്യാസ് സിലിണ്ടറുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇത്തരത്തിലുള്ള നടപടികൾ വഴി കൃത്രിമക്ഷാമം തടയാൻ, വിതരണ സംവിധാനം നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമം തുടരുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ അന്താരാഷ്ട്ര തലത്തിലും ഇടപെടൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഒരു പ്രധാന തീരുമാനമെടുത്തു. LPG കൊണ്ടുവന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇറാൻ അനുമതി നൽകി. കൂടാതെ ബാക്കി 26 കപ്പലുകൾക്കും അനുമതി നൽകാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇന്ത്യയിലെ ഗ്യാസ് വിതരണത്തിന് വലിയ ആശ്വാസമായി. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ 29 സ്ഥാപനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൊമേഴ്ഷ്യൽ സിലിണ്ടർ വിതരണം വീണ്ടും ആരംഭിച്ചു. അതോടെ ഹോട്ടലുകൾ വീണ്ടും തുറക്കുന്നു, ഭക്ഷണശാലകൾ പ്രവർത്തനം ആരംഭിക്കുന്നു, ഗ്യാസ് വിതരണം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഇതോടെ ജനങ്ങൾക്കിടയിൽ ആശങ്കയും കുറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ചെറിയ രീതിയിൽ ഒരു വിതരണ പ്രശ്നം ഉണ്ടായെങ്കിലും ഇന്ത്യൻ സർക്കാർ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചു, ഇറക്കുമതി മാർഗങ്ങൾ വൈവിധ്യമാക്കി, വിതരണ സംവിധാനം നിയന്ത്രിച്ചു. ഇതിന്റെ ഫലമായി
ഗ്യാസ് വിതരണം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ആവശ്യമില്ലാത്ത ഗ്യാസ് ബുക്കിംഗ് ചെയ്യരുത്. അത് കൃത്രിമ ക്ഷാമത്തിന് കാരണമാകും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.